प्रेज द लॉर्ड। सर्वशक्तिमान परमेश्वर के सिंहासन, कोई भी सिंहासन के पास आज हम जा सकता है क्या? उसका जाने के लिए क्या करना पड़ेगा? लेकिन सर्वशक्तिमान परमेश्वर और उसका मेमने के सिंहासन के पास हम जाएंगे, उसके बारे में अभी पास्टर जी के द्वारा हम सुनिएंगे। इस एपिसोड में ध्यान से सुनिएगा। ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം, परमेश्वर का और मेमने का सिंहासन, സർവശക്തനായ ദൈവത്തിന്റെ തേജസ്സിന്റെ അടുക്കൽ നമുക്ക് എത്താൻ ഒക്കുമോ? सर्वशक्तिमान परमेश्वर का तेज के सामने हम पहुंच सकता है क्या? ഈ ഭൂരാജ്യങ്ങളിൽ അനേക അധിപന്മാരുണ്ട്. इस धरती पर कई अधिपति लोग हैं। ഓരോ രാജ്യത്തിന്റെ സംസ്ഥാനങ്ങൾക്ക് മുഖ്യമന്ത്രിമാരുണ്ട്. हर एक देश का जो स्टेट में मुख्यमंत्री लोग हैं। രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുണ്ട്. देश का प्रधानमंत्री है। ലോക രാജ്യങ്ങളിൽ ചില രാജാക്കന്മാരുമുണ്ട്. दुनिया के कई जगह पर राजा भी शासन करते हैं। നമുക്ക് അവരുടെ അടുക്കൽ പോകുവാനോ അവരെ കാണുവാനോ കഴിയുന്നില്ല. हम साधारण लोग उसके पास जाने के लिए इजाजत नहीं है, उनको मिल भी नहीं सकता है। അവിടെ സെക്യൂരിറ്റികൾ നിമിത്തം ഒട്ടുമേ അവരുടെ അടുക്കൽ പോകാൻ സാധ്യമല്ല. उनका सिक्योरिटी के कारण उनके पास हम कभी भी जा नहीं पाएगा। ഇവിടെ മരിക്കുന്ന മനുഷ്യരാണ് ഈ നേതാക്കന്മാർ. यहाँ पर जो मृद अवस्था में होने वाला है ये सारे मनुष्य। എന്നാൽ ഇവിടെ ഇതാ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവത്തിന്റെ അടുക്കലേക്ക് പോകാൻ നമുക്ക് കഴിയുമെന്ന് ദൈവം വാഗ്ദത്തം നൽകിയിരിക്കുന്നു. यहाँ पर जो समीप जा नहीं सकता है, ऐसा चमकदार अवस्था में रहने वाला परमेश्वर के पास हम जा पाएंगे करके परमेश्वर के वचन में लिखा है। പഴയ നിയമ ഭക്തന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായ ഒരു വ്യക്തിയാണ് മോസസ്. पुरातना जो भक्त लोगों के एक सर्वश्रेष्ठ व्यक्ति है मूसा। ഇസ്രായേൽ ജനത്തെ 40 വർഷം മരുഭൂമിയിൽ യാത്ര ചെയ്യിക്കുമ്പോൾ इस्राएली लोगों को मरुस्थल में 40 लंबे साल उनका सफर करने का समय, ആ കാലഘട്ടം മുഴുവനും മോശയും ദൈവവുമായി അഭിമുഖമായി സംസാരിച്ചുവെന്ന് ബൈബിൾ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. उस पूरा 40 साल तक मूसा और परमेश्वर से जो आपस में बातें किया करके वचन में लिखा है। സീനായ് പർവ്വതത്തിലും പല സന്ദർഭങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ മേഘം കൊണ്ട് മറച്ചാണ് മോശയ്ക്ക് ദൈവം വെളിപ്പെട്ടത്. सीनाई पहाड़ में भी जब मूसा को परमेश्वर प्रकट होने का समय मेघ से उनको छिपाकर मूसा से परमेश्वर ने बातें किया। ദൈവത്തിന്റെ ആ വലിയ തേജസ്, ആ പ്രകാശത്തോട് നമുക്ക് നോക്കാൻ കഴിയില്ല. परमेश्वर का उस ज्योति को हम हमारा मानुषिक नजरिए से देख नहीं सकते हैं। മോശ ദൈവത്തോട് പറയുന്നു, मूसा परमेश्वर से कहते हैं, യഹോവേ നിന്റെ തേജസ് എന്നെ ഒന്ന് കാണിക്കണം. हे प्रभु आपका तेज मुझे दिखा दे, അവിടുത്തെ മുഖം എന്നെ ഒന്ന് കാണിക്കണം. आपका चेहरा एक बार मुझे दिखाइए। യഹോവയായ ദൈവം പറഞ്ഞു, परमेश्वर मूसा से कहा, മോശെ ഞാൻ നിന്നെ അടുത്തറിഞ്ഞു, मूसा मैं तुम्हें हालेलुया जान लिया है, പക്ഷേ എന്റെ മുഖം കാണാൻ നിനക്ക് കഴിയുകയില്ല. लेकिन मेरा चेहरा तुम देख नहीं सकोगे। എന്റെ മുഖം കണ്ട് നീ ജീവിച്ചിരിക്കയില്ല. मेरा चेहरा देखेगा तो तुम जीवित रहेगा नहीं। അത്ര ബലഹീനരാണ് മനുഷ്യർ. इतना कमजोर है मनुष्य। ദൈവം സർവശക്തനും ബലവാനുമാണ്. हमारा परमेश्वर सर्वशक्तिमान और ज्योतिर्मय है। എല്ലാറ്റിന്റെയും ക്രിയേറ്റർ എന്നുള്ള നിലയിൽ ദൈവത്തിന്റെ വല്ലഭത്വം അത്ര വലുതാണ്. सबका रचने वाला परमेश्वर का महत्व इतना बड़ा है। എന്നാൽ മോശയ്ക്ക് ആ ചോദ്യത്തിന് മറുപടിയായി കർത്താവ് കരുണ കാണിച്ചു. परमेश्वर मूसा के ऊपर दया दर्शाया और उनका सवाल का जवाब दिया। അവിടെ ഒരു പാറയിലെ ഒരു വിള്ളൽ ചെറിയൊരു ഗുഹയിൽ ഈ മോശയെ കയറ്റി. वहां पर एक चट्टान के अंदर मूसा को रहने दिया। ദൈവത്തിന്റെ സാന്നിധ്യമാകുന്ന തേജസ് കടന്നുപോയി. परमेश्वर का उपस्थिति वहां से चले गया। മോശയെ മേഘം കൊണ്ട് മറക്കുകയായിരുന്നു. मूसा को मेघ से छिपाया था। ദൈവ സാന്നിധ്യം പോയി കഴിഞ്ഞപ്പോൾ परमेश्वर के उपस्थिति जाने के बाद പിൻഭാഗത്ത് ചെറിയ ഒരു പ്രകാശകിരണം മാത്രം മോശയെ കാണിച്ചു. परमेश्वर का पीछे भाग का एक थोड़ा सा तेज मूसा को दिखाया। മോശയുടെ മുഖം ശക്തി തേജസ്സോടുകൂടെ തിളങ്ങുവാൻ തുടങ്ങി. मूसा का चेहरा तेज से भरा और चमकने लगा। ഞാൻ പറയുമ്പോൾ മറ്റൊരു കാര്യം ഓർക്കുക,
इस बात बोलने पर एक दूसरी बात याद आता है। ഈ ഭൂമിയിൽ നമ്മളെല്ലാം മനുഷ്യരാണ്. इस धरती पर हम सब मनुष्य है, എന്നാൽ ഉന്നത വിളിയാൽ വിളിക്കപ്പെട്ടവരാണ്. लेकिन ऊंचा बुलाहट से हमें बुलाया गया है। സ്വർഗീയ പൗരത്വം ലഭിച്ചവരാണ്. स्वर्गीय नागरिक है हम। കർത്താവിന്റെ വചനം അനുസരിക്കുന്നവരാണ്. परमेश्वर का वचन को पालन करने वाला है हम। കർത്താവ് താൻ ഗംഭീരനാദം മുഴക്കുമ്പോൾ മാത്രമേ ആ തേജസ്വരൂപിയായ കർത്താവിനെ കാണുവാൻ കഴിയുകയുള്ളൂ. परमेश्वर का तुरही जब फूकी जाएगी उसी समय ही हम परमेश्वर को देख सकेंगे। വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം प्रकाशित वाक्य उसका 22वीं अध्याय है। അവിടെ നാം കർത്താവിന്റെ മുഖം കാണുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. वहां पर हम परमेश्वर का चेहरा देखेंगे करके लिखा गया है। 22-ന്റെ 3-ാം വാക്യം, യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല, ദൈവത്തിന്റെ കുഞ്ഞാട്ടി സിംഹാസനം അതിലിരിക്കും. उसका 22 अध्याय का 3रा क्रम में ऐसा लिखा है फिर श्राप न होगा और परमेश्वर और मेमने का सिंहासन उस नगर में होगा। അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും, അവർ അവന്റെ മുഖം കാണും. और उसका दास उसकी सेवा करेंगे और उसका मुंह देखेंगे। ഇവിടെ 1-ാം വാക്യത്തിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം എന്ന ഒരു കാര്യം കാണുന്നുണ്ട്. यहाँ पर परमेश्वर का और मनुष्य का एक सिंहासन के बारे में लिखा है। ആ സിംഹാസനത്തിൽ നിന്നും ഒരു ജീവജല നദി പുറത്തോട്ട് ഒഴുകുന്നു. वहाँ वो सिंहासन के बीच में से कि जीवन की जल की नदी बहता है। അത് ചെന്ന് ചേരുന്നിടത്തെല്ലാം വിവിധങ്ങളായ ഫലവൃക്ഷങ്ങൾ ഉണ്ടാകുന്നു. उस पानी जहाँ जहाँ पहुँचता है वहाँ पर फलदायक वृक्ष फलता है। 12 മാസവും 12 വിധ ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. 12 मास 12 तरह की फल देने वाला वृक्ष के बारे में वहाँ पर लिखा गया है। അവയെ കുറിച്ച് മാത്രം വേറൊരു എപ്പിസോഡിൽ പറയുന്നുണ്ട്. उसके बारे में एक दूसरा एपिसोड में कहता है। ഇവിടെ ദൈവത്തിന്റെ ദാസന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത് അവന്റെ മക്കളെയാണ് പറഞ്ഞിരിക്കുന്നത്. यहाँ पर परमेश्वर का दास करके कहा गया उनके बच्चों के बारे में है। യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുത്തിരിക്കുകയാണ്. प्रभु यीशु मसीह के द्वारा हमें लेखपालक पुत्र बनाया। യേശുക്രിസ്തു മുഖാന്തരം നമ്മൾ ദൈവത്തിന്റെ ദത്തുപുത്രന്മാരാണ്. ये प्रभु यीशु मसीह के द्वारा हम परमेश्वर का लेखपालक पुत्र बन गया है। ജോലിക്ക് കൂലിക്കാരെ വിളിച്ചാൽ അവർക്ക് തോന്നുന്ന പോലെ ജോലി ചെയ്തിട്ട് പോകും. अगर हम कुछ भी काम के लिए कुछ नौकर को बुलाएगा तो उसके अनुसार वो काम करके चले जाएगा। എന്നാൽ ദൈവത്തിന്റെ മക്കളാക്കി തീർത്ത നമ്മെ പല ദൗത്യങ്ങൾ കർത്താവ് ഏൽപ്പിച്ചിട്ടുണ്ട്. लेकिन परमेश्वर का पुत्र बनाया हुआ हमें परमेश्वर ने कुछ नियुक्ति दिया है। എന്നാൽ ആ വർക്കെല്ലാം ചെയ്ത് തീർക്കുവാൻ കഴിയുന്നത് ദൈവത്തോടുള്ള വിശ്വസ്തയാണ്. वो काम सब पूरा करने के लिए परमेश्वर के साथ जो विश्वास योग्यता है उसके लिए है। ആ മക്കളെയാണ് പറയുന്നത് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ. उस बच्चों के बारे में परमेश्वर के वचन में कहा है अच्छा और फलदायक दास करके कहता है। ഭാവി നിത്യതയിൽ നമ്മൾ എത്തിച്ചേരുമ്പോൾ भविष्य में हम जब आएगा तब സാക്ഷാൽ മക്കൾ എന്നുള്ള അവകാശം എന്താണെന്ന് തിരിച്ചറിയും. सचमुच में हम परमेश्वर का संतान है करके हम जान लेंगे। ദൈവത്തിന്റെ രാജപുത്രന്മാർ എന്നുള്ള അവകാശത്തിന്റെ മഹത്വം അന്ന് നമ്മൾ തിരിച്ചറിയും. परमेश्वर का जो राजपुत्र हम लोग है उसके भागीदारी के बारे में उस दिन हम जानेंगे। ഒരിക്കലും അവസാനിക്കാത്ത ഒരു മഹത്വമാണ് കർത്താവ് നമ്മെ ഏൽപ്പിക്കുന്നത്. कहीं भी कदम नहीं होने वाला एक महिमा की बात परमेश्वर हमें सौंपने वाला है। അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കുമെന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. हमेशा के लिए राजा लोग होएगा। അതേ പ്രിയമുള്ളവരെ, നാം കർത്താവിന്റെ മുഖം ഒന്ന് നേരിൽ കാണും. हाँ प्रियो, हम परमेश्वर का मुख हालेलुया हम देखेंगे। ദൈവം തേജോമയനായ ദൈവമാണ്. हमारा परमेश्वर तेज से भरा हुआ परमेश्वर है। 1 തിമോഥെയോസ് 6-ാം അധ്യായം 15-16 വാക്യം ഇവിടെ വായിക്കുന്നു. पहले तिमोथियुस 6वें अध्याय की 15 और 16 कलाम यहाँ पर पढ़ते हैं। ആ ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിച്ചിരിക്കുന്നത് പ്രകാരമാണ്. परमेश्वर की महिमा के बारे में यहाँ पर ऐसा लिखा है। ധന്യനായ ഏകാധിപതിയാണ്, वो ठीक समय पर दिखाने वाला परम धन्य രാജാതി രാജാവാണ്, और एकमात्र अधिपति और राजाओं का राजा, കർത്താവാണ്, प्रभुओं का प्रभु है। താൻ മാത്രം അമർത്യതയുള്ളവനാണ്, वो अमरता केवल उसी की है, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ്, अगम में ज्योति में रहने वाला है, മനുഷ്യരാരും കാണാത്തവനും കാണുവാൻ കഴിയാത്തവനുമാണ്.
किसी मनुष्य ने नहीं देखा और कभी देख भी नहीं सकता ऐसा व्यक्ति है। ആ ദൈവത്തെ നേരിൽ കാണുവാനുള്ള ഭാഗ്യമാണ് നമുക്ക് ഉണ്ടാകുന്നത്. उस परमेश्वर को हमारा नजरिया से देखने के लिए अवसर हमें मिलने वाला है। എഫേസ്യർ 1:10 एफेसियों की पत्री पहला अध्याय का 10वीं कलाम में അവിടെ പൗലോസിന് ലഭിച്ച വെളിപ്പാടിനാൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു. वहां पर पौलुस को मिला हुआ दर्शन के बारे में ऐसा लिखा है, അത് നിമിത്തം സ്വർഗത്തിലുള്ളത് എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായി എന്നൊരു വാക്യം വായിക്കുന്നു. ताकि तुम्हारा चाल चलन प्रभु में के योग्य हो और सब प्रकार से प्रसन्न हो और तुम्हें हर प्रकार के भले कामों का फल लगे और तुम परमेश्वर का पहचान में बढ़ते जाओ। സ്വർഗത്തിലും ഭൂമിയിലുള്ളതും ഒന്നായി ചേർക്ക എന്ന കാലസമ്പൂർണത എന്നാണ് അവിടെ വായിച്ചത്. स्वर्ग और पृथ्वी का सब कुछ एक साथ मिलने का एक काल की संपूर्णता के बारे में लिखा है। കർത്താവ് യേശുവിന്റെ വരവെങ്കിൽ ദൈവജനത്തെ തേജസ്സോടുകൂടി സ്വർഗത്തിൽ എടുത്തുകൊള്ളപ്പെടുന്നു. प्रभु यीशु मसीह का आमद पर परमेश्वर अपना भक्त लोगों को तेज के साथ उड़ा लिया जाएंगे। അതിനുശേഷം യേശു രാജാവും തന്റെ പ്രജകളെ രാജാക്കന്മാരുമായി ഭൂമിയിൽ വാഴിക്കുന്നു. उसके बाद में प्रभु यीशु मसीह राजाओं का राजा करके अपना भक्त लोगों को राजा के समान यहाँ पर शासन के लिए लेके आते हैं। അതിനുശേഷം ഒരു സംഖ്യ പറയുവാൻ കഴിയാതെ വണ്ണം ദീർഘമായ പുതിയ യെരൂശലേമിലെ വാഴ്ച ആരംഭിക്കുന്നു. उसके बाद में एक काल नहीं तो समय बता नहीं सकता है, ऐसा एक समय तक नया यरूशलेम में वास करेंगे। അതിനുശേഷം നിത്യ സമ്പൂർണ്ണ യുഗം എന്ന് പറയുന്ന നിത്യത്തിലേക്ക് നമ്മൾ മറയുന്നു. उसके बाद में अनंत काल की संपूर्ण युग में हम प्रवेश करेंगे। അവിടെ എഫേസ്യർ 3:14 ഇപ്രകാരം വായിക്കുന്നു. एफेसियों की पत्री 3 अध्याय की 14 कलाम में हम ऐसा पढ़ते हैं, ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. मैं इसी कारण उस पिता के सामने घुटने टेकता हूं जिससे स्वर्ग और पृथ्वी पर हर एक घराने का नाम रखा जाता है। ഇത് തന്നെ യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞ കാര്യം കൂടെ നമുക്കൊന്ന് നോക്കാം. यही यूहन्ना की सुसमाचार में परमेश्वर ने बात किया था। അതിന്റെ 17-ാം അധ്യായം उसका 17वीं कलाम 17वीं अध्याय 21-23 വാക്യം പ്രത്യേകിച്ച് വായിക്കാം. 21 और 23 कलाम हम पढ़े। പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മൾ ഒന്നാകേണ്ടതിന് എന്ന് വായിക്കുന്നു. कि वे सब एक हो जैसा तू है पिता मुझ में और मैं तुझ में है, वैसा ही वे भी हम में हो। 23-ാം വാക്യത്തിൽ 23 कलाम में നാം ഒന്നായിരിക്കുന്ന പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിന് തന്നെ എന്ന് കർത്താവ് പ്രാർത്ഥിക്കുക. मैं उनमें और तू मुझ में कि वे सिद्ध होकर एक हो जाए और संसार जाने की तू ही ने मुझे भेजा और जैसा तूने मुझसे प्रेम रखा वैसा ही उनसे प्रेम रखा। നമ്മുടെ ഭാവി മഹത്വമാണ് അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. हमारा जो भविष्य में होने वाला महिमा के बारे में वहां पर बताता है। ഭൂമിയിൽ അന്യരും പരദേശികളുമായി പാർക്കുന്ന ദൈവമക്കളായ നമ്മെ इस धरती पर पराया देश में परदेशी होकर रहने वाला हमको ദൈവദൂതന്മാരെക്കാൾ ശ്രേഷ്ഠരാക്കി തീർത്ത് परमेश्वर का दूत से भी श्रेष्ठ बनाकर ഭാവിയിൽ നമ്മെ രാജപുത്രന്മാരല്ല എന്നേക്കും രാജാക്കന്മാരായി വാഴിച്ച് भविष्य में हमारा राजा का पुत्र नहीं राजा के समान हमें अधिकार सौंपकर ആകാശത്തിന് കീഴിലുള്ള എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഒരുക്കപ്പെട്ട ദൈവമക്കളെ തന്റെ അടുക്കലേക്ക് ചേർത്തുകൊള്ളുന്നു. इस धरती पर से जो परमेश्वर यीशु मसीह के द्वारा जो विश्वास किया हुआ सारे भक्त लोगों के एक साथ मिलाकर लेके जाते हैं। അവർക്ക് നഷ്ടപ്പെട്ട തേജസ്സും എല്ലാവിധമായ അനുഗ്രഹങ്ങളും തിരികെ കിട്ടുന്നു. उसको जो नष्ट हुआ जो तेज और सारे आशीष उनको मिल जाता है। ബുദ്ധിയും ജ്ഞാനവും പരിജ്ഞാനവും തിരികെ കിട്ടുന്നു. बुद्धि और ज्ञान विवेक सब कुछ मिल जाता है। അങ്ങനെ സ്വർഗത്തിലെ ദൈവം പുത്രനായ ക്രിസ്തു യേശുവിൽ കൂടെ നേടിയെടുത്ത വലിയൊരു കുടുംബമാണിത്. स्वर्गीय परमेश्वर ने पिता और पुत्र यीशु मसीह के द्वारा जो कमाया हुआ भक्त लोगों का झुंड है। യഹൂദന്മാരിൽ നിന്നും യവനന്മാരിൽ നിന്നും
यहूदी और यूनानी लोगों से, സകല ജാതി മതസ്ഥരിൽ നിന്നും सारे जाति लोगों से യേശുവിന്റെ വിലയേറിയ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട प्रभु यीशु मसीह के लहू के द्वारा उद्धार पाया हुआ ആ ജനത്തിന്റെ കൂട്ടത്തെയാണ് ഇവിടെ ദൈവമക്കൾ എന്ന് വിശേഷിപ്പിച്ചത്. उस लोगों का झुंड को परमेश्वर का संधान करके कहा गया है. ഭാവി യുഗത്തിൽ भविष्य में പിതാവും പുത്രനും നമ്മളും ഒന്നായി തീരുന്ന ഒരു ബന്ധമായി മാറുന്നു. पिता पुत्र और हम एक साथ मिलने का एक संबंध हो जाता है. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ പിതാവിന്റെ മക്കളായി തീരുകയാണ്. स्वर्ग और पृथ्वी का राज पिता का हम पुत्र बन जाता है. അതുകൊണ്ട് പൗലോസ് പറയുന്നു, इसलिए प्रेरित पौलुस कहते हैं, ആ പിതാവിന് സന്നിധിയിൽ ഞാൻ മുട്ടുകുത്തുന്നു. उस पिता के सामने मैं घुटना टेकता हूँ. അതേ പ്രിയമുള്ളവരെ, മരണത്താൽ മറഞ്ഞ് അവസാനിക്കുന്നതല്ല മനുഷ്യ ജീവിതം. हाँ प्रियो, मृत्यु से खत्म होने वाला नहीं है मनुष्य का जिंदगी. ഈ നിത്യതയിൽ നിങ്ങൾക്കും എത്തിച്ചേരുവാൻ കഴിയും. इस अनंतकाल में आप लोग भी प्रवेश कर पाएंगे. ഭൂതലത്തിലെ ഏത് ജാതി മതസ്ഥനും ഈ നിത്യതയിൽ എത്തിച്ചേരുവാൻ കഴിയും. इस फूलों का कोई भी जाति में बना हुआ कोई भी हो, उसको इस अवस्था में प्रवेश कर सकता है. അതിന് ഒറ്റ വഴിയേ ഉള്ളൂ, യേശു ക്രിസ്തുവിനെ കർത്താവും ദൈവമായി അംഗീകരിക്കുക. इसके लिए एक रास्ता है, प्रभु यीशु मसीह को अपना उद्धारकर्ता के रूप में स्वीकार करना. നിത്യതയ്ക്ക് വേണ്ടിയുള്ള വഴിയും സത്യവും ജീവനും യേശു ക്രിസ്തുവാണ്. अनंतकाल की जीवन के लिए रास्ता, मार्ग और जीवन प्रभु यीशु मसीह है. हालेलुया, हालेलुया. may God bless you all. प्रभु आप सबको आशीष करे.